Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫെബ്രുവരി 8 നമ്മുടെ വാട്സപ്പിൽ പുതിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. നമ്മുടെ വാട്സപ്പിന്റെ പ്രൈവസി പോളിസി മാറ്റിക്കൊണ്ടുള്ള ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ വാട്സപ്പിൽ നമ്മുടെ ഡേറ്റാസ് മൊത്തം ഫേസ്ബുക്ക് കളക്ട് ചെയ്തിട്ട് അവരുടെ ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതിനാണ് ഈ അപ്ഡേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ വാട്സപ്പിന്റെ പ്രൈവസി പോളിസി ഇല്ലാതാവുകയാണ് അവിടെ ചെയ്യുന്നത്. അഥവാ നിങ്ങൾക്ക് വാട്സപ്പിന്റെ പുതിയ പ്രൈവസി അപ്ഡേഷനിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളിത് എഗ്രി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് അക്കൗണ്ട് തന്നെ പോകുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ അടിപൊളി ആപ്പിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, സിഗ്നൽ എന്നാണ് ഈ ആപ്പിൻ്റെ നെയിം. സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചർ എന്നാണ് ഈ ആപ്പിൻ്റെ നെയിം. ഈ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഈ ആപ്പ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ടേക്ക് പ്രൈവസി വിത്ത് യു, ബി യുവർ സെൽഫ് ഇൻ എവരി വൺ മെസ്സേജ്. ഈ ആപ്ലിക്കേഷൻ യൂസേഴ്സിൻ്റെ പ്രൈവസിക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു ആപ്പാണ്. താഴെ നമുക്ക് ടേംസ് ആൻഡ് പ്രൈവസി പോളിസി എന്ന് ക്ലിക്ക് ചെയ്താൽ മനസ്സിലാകും. ഈ ആപ്പിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടാകും. ഇതിൻ്റെ ടേംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. സോ ഈ ആപ്പിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ചാൽ മനസ്സിലാകുന്നതായിരിക്കും. നമുക്ക് ബാക്ക് വന്നിട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് നമ്മുടെ ഫോണിലെ കോൺടാക്ട്സ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ചോദിക്കുകയാണ്. നമുക്ക് താഴെ കാണുന്ന കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. നമുക്ക് അലോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഇവിടെ വെരിഫൈ ചെയ്യണം. ഞാൻ ഇവിടെ മൊബൈൽ നമ്പർ വെച്ച് വെരിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വാട്സപ്പ് പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പിന്നെ പ്രൊഫൈലും നമ്മുടെ DP ഒക്കെ ഇവിടെ ചേർക്കാവുന്നതാണ്. ഈ ആപ്പ് വഴി നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് ഒരു പിന്ന് ക്രിയേറ്റ് ചെയ്യാം. ശേഷം നമുക്ക് ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ സെറ്റിങ്സ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചാറ്റ് ചെയ്യാം നോക്കാം. അതിനായി താഴെ കാണുന്ന ഒരു ബ്ലൂ കളറിലുള്ള പെൻസിൽ ഐക്കൺ കാണാൻ കഴിയും. പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിത് കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയാണ് തോന്നുന്നത്. വാട്സപ്പിനേക്കാളും അടിപൊളി ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പാണ് സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചർ. നമുക്കിതിൽ ഇമോജീസൊക്കെ ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇമോജീസ് ഉണ്ടായിരിക്കും, സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. വാട്സപ്പ് പോലെ തന്നെ നമുക്കിതിൽ ഇമോജീസും സ്റ്റിക്കേഴ്സൊക്കെ ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റിക്കേഴ്സും ഇമോജീസും ഒക്കെ തന്നെ ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ന്യൂ സ്റ്റിക്കേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് വാട്സപ്പ് പോലെ തന്നെ ഇതിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതിനായി മേലെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഗ്രൂപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കോൺടാക്ട്സ് ഒക്കെ എടുത്തിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ആപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യാം. സിഗ്നൽ എന്ന ടെക്സ്റ്റിൻ്റെ തൊട്ടപ്പുറത്ത് പ്രൊഫൈൽ കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്നൽ ആപ്പിൻ്റെ സെറ്റിങ്സ്. നമുക്ക് ഇവിടെ SMS, നോട്ടിഫിക്കേഷൻ, പ്രൈവസി, അപ്പിയറൻസ്, ചാറ്റ് ആൻഡ് മീഡിയ, സ്റ്റോറേജ്, ലിങ്ക്, ഡിവൈസ്, ഹെൽപ്പ്. നമുക്ക് ആദ്യം നമ്മുടെ സിഗ്നൽ അക്കൗണ്ടിൻ്റെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കാം. എക്സ്ട്രാ ഫീച്ചേഴ്സോട് കൂടിയാണ് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് കാണുന്നത്. നമുക്കിവിടെ സൗണ്ട്, വൈബ്രേഷൻ, LED കളർ, ഇൻചാർജ് സൗണ്ട്, വാട്സപ്പിനേക്കാളൊക്കെ സെറ്റിങ്സ് വളരെ കൂടുതലാണ് നമ്മുടെ. ഇനി നമുക്ക് ഈ ആപ്പിൻ്റെ പ്രൈവസി സെറ്റിങ്സിലേക്ക് പോവാം. നമുക്കിവിടെ സ്ക്രീൻ ലോക്ക്, സ്ക്രീൻ സെക്യൂരിറ്റി, ഇൻഡിയോ കീബോർഡ്, അങ്ങനെ എക്സെട്ര കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. വാട്സപ്പിനേക്കാളൊക്കെ പ്രൈവസിയോട് കൂടിയുള്ള ഒരു ആപ്പാണ് സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചർ. നമുക്കിവിടെ കാണാൻ കഴിയും പിന്ന്, ചേഞ്ച് പിൻ, ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ കുറേ ഉണ്ട്. നമുക്കിതിൻ്റെ അപ്പിയറൻസ് പോയാൽ നമുക്ക് ഇതിൻ്റെ തീമൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. ഡാർക്ക് തീമാക്കാം, നമുക്ക് ആവശ്യമെങ്കിൽ ലൈറ്റ് തീം നോക്കാം. നമുക്ക് ലാംഗ്വേജൊക്കെ മാറ്റാൻ സാധിക്കുന്ന. അടുത്ത് പറയുമ്പോൾ ചാറ്റ് ആൻഡ് മീഡിയ ആണ് അടുത്ത് കാണുന്നത്. അത് ഏകദേശം വാട്സപ്പ് പോലെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ, വെൻ യൂസിങ് വൈഫൈ, വെൻ റോമിങ്, ഇതൊക്കെ ഇവിടെ വാട്സപ്പ് പോലെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് സ്റ്റോറേജ് എന്ന് കാണാൻ കഴിയുക. ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സോട് കൂടിയാണ് സ്റ്റോറേജ് സെറ്റിങ്സ് ഉള്ളത്. നമുക്ക് ഈ ആപ്പ് വഴി തന്നെ സ്റ്റോറേജ് ക്ലീനിങ്ങിന് സാധിക്കുന്നതാണ്. നമുക്കിവിടെ ക്ലിയർ മെസ്സേജ് ഹിസ്റ്ററി, അങ്ങനെ എക്സെട്ര കുറേ ഐറ്റംസ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ലിങ്ക്ഡ് ഡിവൈസ് എന്ന സെറ്റിങ്സ് നോക്കാം. ഇവിടെ നമുക്ക് ഏകദേശം വാട്സപ്പ് വെബ് പോലെ തന്നെയുള്ളൊരു ഫീച്ചറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിഗ്നൽ ആപ്പിൻ്റെ സെറ്റിങ്സ്. ഏകദേശം വാട്സപ്പിനേക്കാളൊക്കെ സെറ്റിങ്സോട് കൂടിയുള്ള ഒരു ആപ്പാണ് സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചർ. നിങ്ങൾ ഇനി അഥവാ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ, സിഗ്നൽ ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആയിരിക്കും.
അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനി ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.